ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്ദ്യരായ ആചാര്യ ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവിൻ്റെ വിജയകരമായ യെരുശലേം പ്രവേശനം ആരാധനാപരമായി ആഘോഷിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച എന്ന് പ്രത്യേകമായി നാം വിശേഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയുള്ളത് കണ്ട് അവന് ഒരു അംഗീകാരം നൽകുവാൻ, യേശുവിനെ ഒന്ന് പ്രകീർത്തിക്കുവാൻ, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കുറച്ച് ആളുകൾ മാത്രം കൂടിയതാണ്. അന്ന് അവിടുത്തെ വലിയ സുപ്രധാനമായ ഒരു സംഭവമല്ല ഇത്. യേശുദമ്പുരാൻ അങ്ങനെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അന്നും ഇന്നും വരും കാലങ്ങളിലും പ്രിയപ്പെട്ടവനായി ഉണ്ടാവുകയുള്ളൂ. ചില പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ യേശു ഇങ്ങനെ യെരുശലേമിൽ പ്രവേശിക്കുമെന്ന് ഉള്ളത് പൂർത്തീകരിച്ചു. ഇന്ന് യെരുശലേമിൽ വന്ന യേശുദമ്പുരാൻ യെരുശലേം ദേവാലയത്തിലേക്കും ഒന്ന് പ്രവേശിച്ചു. നമ്മൾ യെരുശലേമിലെ വീഥികളിൽ കൂടെ പോയതും അവിടെ നടന്ന ഈ വർണ്ണാഭമായ സ്വീകരണത്തെയും ആഘോഷത്തെയും കുറിച്ചാണ് കൂടുതൽ അറിവുള്ളതും നമ്മൾ പറയുന്നത്. പക്ഷെ അതിനുശേഷം യേശുദമ്പുരാൻ എന്തു ചെയ്തെന്നും കൂടെ നമ്മളൊന്ന് ഒരിക്കലെങ്കിലും ഒരു വാക്യത്തിലെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് പകുതിയായിപ്പോവും. നമുക്കതിലേക്ക് തിരിച്ചു വരാം. രണ്ട് കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഒന്ന്, ഈ ഓശാന എന്നാൽ യേശുവിനെ അംഗീകരിക്കുക, പ്രകീർത്തിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആരാധിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രാർത്ഥനയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന. ഗലീല പ്രദേശങ്ങളിലൊക്കെ വിജയകരമായി സുവിശേഷ പ്രവർത്തനവും അനുബന്ധവുമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന യേശുദമ്പുരാൻ തൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിപ്പാൻ യെരുശലേമിലേക്ക് യാത്രയാകുക. അങ്ങനെ വളരെ വിധി നിർണായകമായ യേശുദമ്പുരാന്റെ യെരുശലേമിലേക്കുള്ള യാത്രയും അതിലേക്കുള്ള പ്രവേശനവുമാണ്. അപ്പോൾ അതിനടുത്തുള്ള ഗ്രാമങ്ങളിൽ ബത്ഫാഗയ്ക്കും ബഥാനിക്കും ഇടയിൽ അടുത്തെത്തിയപ്പോൾ യേശുദമ്പുരാൻ ശിഷ്യന്മാരിൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവരെ അയച്ച് കഴുതക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അത് അതിനെ അഴിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അതിനെ എന്തിനാ അഴിക്കുന്നത്? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയത് വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. അവൻ ഇവിടേക്ക് വിട്ടയക്കും എന്നേ പറയുന്നുള്ളൂ. ആര് എങ്ങോട്ട് വിട്ടയക്കുന്നതാ? യേശുദമ്പുരാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന കഴുതക്കുട്ടിയെ അവിടുത്തെ ഉപയോഗം കഴിഞ്ഞ് അവൻ തിരിച്ച് ഉടൻ തന്നെ അതിനെ ഈ കെട്ടഴിച്ച സ്ഥലത്തേക്ക് തിരിച്ചയക്കുമെന്നാ വരേണ്ടത്. അത്രയും സ്പഷ്ടമല്ല. യേശുദമ്പുരാനെ രാജാവായി സ്വീകരിക്കുന്ന ആളുകൾ ആര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്? യേശുദമ്പുരാനെ ശരിക്കും രാജാവായി സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? സത്യസന്ധമായി പറഞ്ഞാലുണ്ടോ? ഒരു മനുഷ്യൻ പോലുമില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ശിശുക്കള്, യുവാക്കള്, യേശുവിൻ്റെ ശിഷ്യന്മാര്, അതിലെല്ലാവരും അകമഴിഞ്ഞ് യേശുവിനെ സന്തോഷിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് സംശയമാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കർഷകര്, അവിടെ യേശുവിന് വീഥി ഒരുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചൊരു അനുവാദവും നേതൃത്വവും വേണ്ടാത്ത ആളുകൾ അവരുടെ പറമ്പുകളിൽ പോയി മരങ്ങളിൽ നിന്ന് ചില്ലകൾ പൊട്ടിച്ച് പെട്ടെന്ന് കൊണ്ടുവന്നു.
പരവതാനികൾ, റെഡ് കാർപ്പറ്റ് പോലെ ഇന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായ തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് വിരിച്ച് ഇങ്ങനെ യേശുവിനെ സ്വീകരിക്കുകയാണ്. യേശുവിനെ ഒരു ദിവസമെങ്കിലും രാജാവായി ഒന്ന് സ്വീകരിക്കാൻ തക്കവണ്ണം ലോകം ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ്റെ പേരിൽ ഇങ്ങനെ ആരാധനയ്ക്ക് കൂടുന്നു എന്ന് പറയുന്ന ക്രിസ്തീയ സമൂഹം ഹാസ് എ ഹോൾ യേശു തമ്പുരാനെ രാജാവായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, യേശുവിനെ രാജാവായി സ്വീകരിക്കുവാൻ, അതിൽ മതിമറന്ന് സന്തോഷിക്കുവാൻ, ആരാധിക്കാൻ തക്കവണ്ണം കഴിയുമോ? തോന്നുന്നില്ല. പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ളതായ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളും ഒക്കെ നമ്മളെ പിടിച്ചിട്ട് നമ്മൾ വാ തുറന്ന് ഓശാന എന്നൊന്ന് പോലും പറയാൻ വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ അന്നത്തെ ആളുകൾ യേശു ചെയ്തതെല്ലാം ചെറിയതും വലുതുമായ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ട് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ഉപദേശം കേട്ടിട്ട്, ഒരൊറ്റ മനുഷ്യർക്ക് യേശുവിൻ്റെ ഉപദേശം ഇന്ന് സ്വീകാര്യമല്ല. യേശുവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനും ഇപ്പോൾ ഇല്ല. തത്വത്തിൽ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ യേശു പറഞ്ഞ ഉപദേശം അതുപോലെ ആരെങ്കിലും പറഞ്ഞാൽ ആ ആളിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ നിഷ്കാസിതരാക്കും. ആരും ദൈവകൃപയാൽ പറയുന്നുമില്ല. അപ്പോൾ യേശുവിൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് യേശുവിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗികമായി എനിക്ക് അനുഗ്രഹങ്ങൾ നൽകി, എത്രമാത്രം അത് എന്നെ അവൻ വ്യത്യാസപ്പെടുത്തി, എന്തെന്ത് അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചതിനാണ്. അതുകൊണ്ട് യേശുവിനെ രാജാവായി സ്വീകരിച്ചിങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ അവനെ സ്വീകരിക്കുന്നതോടൊപ്പം അവനെ അയച്ച പിതാവാം ദൈവത്തെയും ഓർത്ത് സ്തുതിക്കുക. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ത്രിത്വ ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് പ്രവർത്തിച്ചതിനെ ഓർത്ത് പിതാവിനെയും മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. അവൻ അയച്ച ഏകജാതനായ പുത്രനെ രാജാവായി സ്വീകരിക്കുന്നു. അവന്റെ പ്രവർത്തനം മൂലം അവനെയും ദൈവത്തിനെയും പ്രകീർത്തിക്കുന്ന സന്തോഷത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഒരു സുദിനമാണ് ഇന്ന് എന്നുള്ളതാ. ദേവാലയത്തിൽ ഇരിക്കുന്ന ആളുകളുടെ മുഖഭാവങ്ങളും നമ്മുടെ ആരാധനയുടെയും ഒക്കെ കണ്ടാൽ അത്രയും ഒരു സന്തോഷവും സമാധാനവും കൊടുക്കാൻ തയ്യാറാകുന്ന, ഒന്ന് ജയ് വിളിക്കാൻ തയ്യാറാകുന്ന അത്ര നല്ല സുന്ദരമായ മുഖങ്ങളല്ല. മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മളിത് വിളിക്കേണ്ടി വന്നാൽ നമ്മുടെ സർവസ്വവും ഉപയോഗിച്ച് നമ്മൾ വിളിക്കും. യേശുവിനെ ജയ് വിളിക്കുവാൻ, യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ ആരുണ്ട്? ആരുമില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കളുണ്ട്. യേശു പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെല്ലാം ചുറ്റുപാടുമുണ്ട്. അപ്പൊ അവരാ പറയുന്നത്, ഈ കുഞ്ഞുങ്ങളോട് പറ, ഈ ശിശുക്കളോട് പറയാ, മിണ്ടാതിരിക്കാൻ പറയുക. നമുക്കത് കേട്ടിട്ട് അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശബ്ദകോലാഹലമായിട്ടാണ് തോന്നുന്നു. അവർ ഓശാന ദാവീദ് പുത്രന് എന്ന് കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെന്നുള്ള ആരാധന, ആ സങ്കീർത്തനങ്ങളാണ്, ഹാലൽ സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് യേശുവിനെ ആ പർവ്വതമാണ്, ഒരു പർവ്വത പട്ടണമാണല്ലോ യെരൂശലേം, ഉയരത്തിലേക്ക് കയറുക. അങ്ങനെ ഉയരത്തിലേക്ക് കയറുന്ന, ഉന്നതത്തിലേക്ക് ചുവടുവെക്കുന്നതായ യേശുവിനെ വാഴ്ത്തി പ്രകീർത്തിച്ച് ദൈവത്തെ ആരാധിച്ചങ്ങനെ സ്വീകരിക്കുന്ന ആ സന്തോഷവും സമാധാനവും സ്നേഹവും ഐക്യവും ഒരുമിപ്പും പ്രകൃതിയും മനുഷ്യനും സർവസ്വവും ദൈവവും മനുഷ്യനും ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന ആ മഹാസന്തോഷ ദിനത്തിൽ ആളുകൾ അതിന് വിരുദ്ധതയോടെ, അതിനെ എതിർത്തിട്ട് അതിലെന്ത് കുറവുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളുകൾ അവിടെ ധാരാളം ഉണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്വീകരിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, യേശുവിനെ പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം ഈ സുദിനത്തിൽ നമുക്ക് ഇടയാകട്ടെ. എന്ത് കാരണം കൊണ്ട് യേശുവിനെ ഇങ്ങനെ പ്രകീർത്തിക്കുന്നു, അവൻ്റെ അവദാനങ്ങൾ വാടിപ്പുകഴ്ത്തുന്നു, അവനെ ഇങ്ങനെ ആഘോഷമായി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ they have many reasons. അതാണ് അവൻ ചെയ്ത സകല പ്രവർത്തനങ്ങളും അവൻ്റെ ഉപദേശങ്ങളുടെയും വിസ്മയം മൂലം അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമമാണ് അവർ ചെയ്തത്. ആരും ഓർഡർ ഇട്ടില്ല. പെട്ടെന്ന് തന്നെ അവിടെ വളരെ കോമൺ ആയിട്ടുള്ള മരങ്ങളുടെ ഇളം കൊമ്പുകൾ, ശാഖകളൊക്കെ വഴിയിൽ വിതച്ച് അവരിങ്ങനെ ആഘോഷപൂർവ്വം യേശുവിനെ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, ഈ ലോകം യേശുവിനെ സ്വീകരിച്ചു. ഈ പ്രകൃതിയിലേക്ക് അവൻ വന്നു. സ്വർഗത്തിൽ നിന്ന് സകല അഴിവുകളും വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച്
നമ്മളോടൊത്ത് നമുക്ക് വേണ്ടതൊക്കെ തന്ന് ഉപദേശം നൽകി അവൻ്റെ സർവസ്വം നൽകി നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ ഈ പരിത്യാഗത്തോടുകൂടി സർവ്വം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായതിനെ യേശുവിന് നൽകി യേശുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കണം. രണ്ടാമത്, യേശുമ്പുരാൻ ഈ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി അതിനുശേഷം യെരൂശലേം ദേവാലയത്തിലേക്കാണ് വരുന്നത്. യെരൂശലേമിൻ്റെ ഒരു മകുടമാണ്, യഹൂദന്മാരുടെ ഒരു വലിയ പ്രൗഢിയാണ്, അവരുടെ ഒരു സ്വകാര്യമായ അഹന്തയ്ക്ക് തന്നെ കാരണമാക്കുന്നതാണ് തല ഉയർത്തി നിൽക്കുന്ന ഈ യെരൂശലേം ദേവാലയം. ആ ദേവാലയത്തിലേക്ക് യേശുതമ്പുരാൻ വന്ന് ദേവാലയത്തെ ശുദ്ധീകരിച്ചു. ഓശാന പെരുന്നാളിന്റെ മുഖ്യമായ സന്ദേശം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ദിവസമാണ്. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇവിടെ പൂക്കളൊക്കെ വീണതുകൊണ്ട് അതൊക്കെ തൂത്ത് തുടച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്നതും യേശു ദേവാലയം ശുദ്ധീകരിച്ചത് തമ്മിൽ ഒന്നാണെന്ന് വിചാരിച്ചാ ഞാൻ നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അല്ലല്ല, ഈ ശുദ്ധീകരണമല്ല, ആ ശുദ്ധീകരണം. യെരൂശലേം ദേവാലയം എന്തിനു വേണ്ടി ദൈവം ശലോമോനോട് മാതൃകയൊക്കെ കാണിച്ച് ഇങ്ങനെ വേർതിരിച്ച് ഒരാലയമാക്കി തീർത്തു. അതിൽ നിന്ന് കാലാന്തരത്തിൽ എത്രമാത്രം മനുഷ്യർ അകന്നുപോയി. അതിനെ കച്ചവട സ്ഥാപനമാക്കി മാറ്റി, സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. അതിനെ ആളുകളെ ഛിന്ന ഭിന്നമാക്കി ഓരോരുത്തരെയും ശ്രേണീകരിച്ച് ഇങ്ങനെ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റി. അങ്ങനെ ധാരാളം സാമ്പത്തിക, സാമൂഹിക, മത, ഇനിയും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൊണ്ട് വേർതിരിവിന്റെയും ചേരിതിരിവിന്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റിയ ദേവാലയത്തെ യേശുതമ്പുരാൻ കഠിനമായി ശിക്ഷിച്ച് ശാസിച്ച് അതിനെ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ, കൈകൊണ്ട് പണിഞ്ഞതായ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വലിയ മഹത്തായ ത്യാഗനിർഭരമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഞാനും നിങ്ങളും എത്രമാത്രം പവിത്രമായി തീർന്നെങ്കിൽ മാത്രമേ ഇന്ന് നാളെ മുതൽ തുടങ്ങുന്നതായ ആ അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്ക് ചുവടുവെക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ വാസവും യേശുവിൻ്റെ പ്രവർത്തനവും ഇനിയും യെരൂശലേമിലാണ്. നേരത്തെ ചില സന്ദർഭങ്ങളിൽ യെരൂശലേമിൽ വന്നതായി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതങ്ങനെയല്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞ് യാത്ര പറഞ്ഞിട്ട് യെരൂശലേമിൽ അടുത്ത ഒരാഴ്ച യേശുതമ്പുരാൻ താമസിക്കാൻ പോകുക, അതിനെ കേന്ദ്രമാക്കാൻ പോകുക. അവൻ പകൽ അവിടെ വന്ന് ഉപദേശിക്കുകയും രാത്രിയിൽ ബഥാനിയിൽ പോയി താമസിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇതിനേക്കാൾ വലിയ എതിർപ്പായി. അപ്പോൾ യേശു വസിക്കുന്ന ഇടം, യേശുതമ്പുരാൻ പ്രവർത്തിക്കുന്ന ഇടം സംശുദ്ധീകരിക്കാതെ ഒരു തരത്തിലും ലോകത്തിന് മുമ്പാകെ ഒരു സാക്ഷ്യം നൽകാൻ സാധിക്കുകയില്ല. യേശുവിന് പോലും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മുഴുവൻ ആളുകളും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സർവ്വ ആളുകളും ഈ കാലാകാലങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചോ യേശുവിനെ കുറിച്ചോ പരാമർശിക്കുമ്പോൾ പല ആളുകളും യേശു ചാട്ടവാറെടുത്തു, അതുകൊണ്ട് കോപിഷ്ഠനാണ്, അവൻ മനുഷ്യനെ അടിച്ചമർത്തുന്നവനാണ്, അവൻ ദൈവമല്ല എന്ന് ഇപ്പോഴും ഇവിടെ വാഗ്ദോരണ ഉന്നയിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. യേശു അതിനെയൊന്നും മുമ്പോ പിൻപോ കണ്ടോണ്ടല്ല, അവൻ ചാട്ടവാറെടുത്ത് ഇത് എൻ്റെ ആലയം, സകല ജനത്തിനുമുള്ള പ്രാർത്ഥനാലയമെന്ന് എൻ്റെ പിതാവ് വിവക്ഷിച്ച് ഇതിനെ ലോകത്തിൽ സ്ഥാപിച്ചതാ. നിങ്ങൾ അതിനെ കച്ചവട സ്ഥാപനമാക്കി മാറ്റി, അതിൽ നിന്ന് അതിൻ്റെ എല്ലാ തിന്മകളെയും ആ ഫിൽത്തെല്ലാം കളഞ്ഞ് ഏത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അത് സ്ഥാപിക്കപ്പെട്ടുവോ ആ സ്ഥാപന ഉദ്ദേശം കർത്താവ് തിരിച്ചു കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, യേശുവിനെ വാഴ്ത്തി ആരാധിച്ച് പുകഴ്ത്തുമ്പോഴും നാം മറന്നുപോകാതെ ഓർക്കേണ്ടത് എന്തിന് യേശുതമ്പുരാൻ ഭൂമിയിൽ വന്നു. ദേവാലയം പണിയുവാനല്ല യേശുതമ്പുരാൻ ഭൂമിയിൽ വന്നത്. യേശുതമ്പുരാൻ ഭൂമിയിൽ വന്നത് തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യവർഗത്തെ മുഴുവനും, എന്നാൽ നിങ്ങളെയും എന്നെയും അവൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആത്മശരീര മനസ്സുകളുടെ പരിപൂർണമായ ശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു. അന്ന് യേശുതമ്പുരാൻ ചെയ്ത പ്രഗീതാത്മകമായ ആ ശുശ്രൂഷ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുക്കാം. രാജാവെന്ന് പ്രഘോഷിച്ച് ദൈവത്തെ ആരാധിക്കുന്ന യേശുവിനെ ആരാധിക്കുമ്പോൾ തന്നെയും അവൻ്റെ വളരെ പർപ്പോർട്ടായിട്ടുള്ള, വളരെ സൂചനകൾ നൽകുന്നതായിട്ടുള്ള ഈ പ്രവർത്തനം എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവോ
ആ ലക്ഷ്യം പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവാലയം ശുദ്ധീകരിച്ച കർത്താവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം, അവനെ ആരാധിപ്പാൻ തക്കവണ്ണം വിശുദ്ധജനമായി തീരേണ്ടതിന് ദൈവാലയത്തെ പോലെ നമുക്കും ശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഇതിന് യോഗ്യരാക്കി തീർക്കുകയും കർത്താവിൻ്റെ ഓശാന പെരുന്നാൾ വളരെ ആഘോഷപൂർവവും വിശുദ്ധമായി ഇപ്പോൾ ആഘോഷിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, ലോകം എമ്പാടും ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. യേശു തമ്പുരാൻ ആ കഴുതക്കുട്ടിയുടെ മുകളിൽ കയറി തന്നെ സ്വീകരിച്ചവരുടെ രാജാവായി, യഹൂദന്മാരുടെ രാജാവായി തന്നെ പ്രതീകാത്മകമായി ആ കൊടിമുടിയേറി ആ പർവ്വതത്തിലേക്ക് പ്രവേശിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് നാമും ഇതാ ദൈവസന്നിധിയിൽ ആരാധന സമർപ്പിക്കുകയാണ്. പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രൊസഷൻ അതിൻ്റെ ക്രമം ഒക്കെയും റമ്പാച്ചൻ അനൗൺസ് ചെയ്യും. വടക്കേ വാതിൽ വഴി ഇറങ്ങി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്ത് എവെങ്കിലിയൻ വായിച്ച് ദേവാലയം കിഴക്കോട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്ന് ദേവാലയത്തെ ഒന്ന് ചുറ്റി ഈ വാതിൽ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ പോയി തെക്കേ വാതിൽ വന്നെങ്കിലേ പ്രൊസഷൻ മുഴുവൻ ദേവാലയത്തിലെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ തരത്തിൽ അതിൻ്റെ ക്രമം പറയുന്നതനുസരിച്ച് ഭക്തിയോടെ ആദരവോടെ ആ യെരൂശലേമിൽ ശിശുക്കളും ആബാലവൃദ്ധം ജനങ്ങളും യേശുവിനെ രാജാവായി ഹൃദയത്തിൽ കണ്ട് സ്വീകരിച്ചതിനെ ഓർജിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്റെ ജനമായി തീരുവാൻ, നീ ഞങ്ങളുടെ രാജാവാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ആരാധനയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് വന്ന് സംബന്ധിക്കാൻ കഴിയാത്ത പ്രായാധിക്യത്തിലുള്ള ആളുകൾ, രോഗികൾ, ദുഃഖിതര്, ശാരീരികമായ പ്രയാസമുള്ളവർ, ഇങ്ങനെ നമ്മുടെ ഓർമ്മയിലും പരിചയത്തിലുമുള്ള അനേക ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെയും ഹൃദയത്തിൽ നമ്മൾ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അവരുടെ അസാന്നിധ്യത്തിൽ അവരെയും സമർപ്പിച്ചുകൊണ്ട് ക്രിയാത്മകമായ രീതിയിൽ ആത്മാർത്ഥമായി ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഇടയാകട്ടെ. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം.